ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻട്രോ അമ്പുവിൻ്റെ വകയായിരുന്നു കേട്ടോ. തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ടോപ്പിക്ക് UAE സ്കൂൾ ഫീസ് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് കൊണ്ട് വരാൻ കാരണം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ ഇവിടെ കൊടുന്ന് ചേർത്തുമ്പോൾ എങ്ങനെയാണ് ചിലവും കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ രണ്ട് മക്കളുടെ ഫീസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ 4th സ്റ്റാൻഡേർഡ്, ഒരാൾ 5th സ്റ്റാൻഡേർഡ്. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് 4th സ്റ്റാൻഡേർഡത്തെ ഫീസാണ്. ഒരു മാസത്തിന് 825 ദിർഹംസ്. ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ 700 എത്രയായിരുന്നു, അതിപ്പോൾ 825 ആയിട്ടുണ്ട്. 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എൻ്റെ മോൻ്റെ ഫീസാണ് കേട്ടോ. മാസത്തിൽ 935 ദിർഹംസ്. ലാസ്റ്റ് ഇയർ അവന് പഠിക്കുമ്പോൾ 800 എത്രയായിരുന്നു ഫീസ്. പക്ഷേ ഇപ്രാവശ്യം നല്ല ചേഞ്ച് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡറി ലെവൽക്ക് മാറി, 5th സ്റ്റാൻഡേർഡ്ക്ക് മാറിയതുകൊണ്ടാണ്. ഇനി നമുക്ക് രണ്ടുപേരുടെയും ഫീസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 10 മാസത്തിന് ഇത്ര വരാന്ന് 935 into 10 പ്ലസ് പിന്നെ 825 into 10 നമുക്ക് 17,600. ഇനി നമുക്കിതൊന്ന് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴാണ് കണ്ണ് തള്ളുക. എൻ്റെ കണ്ണൊക്കെ ഓൾറെഡി കുറേ തള്ളിയതാണ്. അപ്പോൾ അതെത്ര കിട്ടുകയെന്നാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 4,01,262.97 ഇന്ത്യൻ റുപ്പി. വെറും സാമ്പിൾ പഠിക്കട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്ന് വരാൻ പോകുന്നുള്ളൂ. ബുക്സിൻ്റെ പ്രൈസ്, യൂണിഫോം, അത് ഇത് പറഞ്ഞിട്ട് രണ്ട് പേർക്കും കൂടിയുള്ള ഈ വർഷത്തെ ബുക്സിൻ്റെ പ്രൈസ്, അതായത് 4th സ്റ്റാൻഡേർഡിനും 5th സ്റ്റാൻഡേർഡിനും കൂടിയുള്ള പ്രൈസ് 1,330 ദിർഹംസ് ആണ്. 1,330 ദിർഹം. അതിന് ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 30,335.39 ഇന്ത്യൻ റുപ്പി. നാട്ടിലൊരു 3,000 റുപ്യൊക്കെ മാസം ഫീസ് വരുന്ന ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ഫീസ് ഇതുകൊണ്ട് അല്ല. അത് എന്ത് കാര്യത്തിലും നമ്മൾ UAE നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് നിൽക്കലും നടക്കില്ല. ഓക്കെ ടോപ്പിക്കൊന്നും പോണില്ല. സ്കൂളിൽ ചേർത്തുമ്പോൾ ആദ്യം വരുന്ന കാര്യം പറയാൻ പറഞ്ഞു, അഡ്മിഷൻ ഫീസ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ ചേർത്തുമ്പോൾ ഒരു കുട്ടിക്ക് 600 ദിർഹം എന്നുള്ള കണക്കിൽ 2 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1,200 ദിർഹംസ്. ഈ അഡ്മിഷൻ ഫീയും ട്യൂഷൻ ഫീയും ഒക്കെ ഓരോ സ്കൂളിലും ഓരോ തരത്തിലായിരിക്കും കേട്ടോ. ഓക്കെ, അത് നമ്മളപ്പോൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 27,370.80 ഇന്ത്യൻ റുപ്പി. അത് പിന്നെ വല്ലാതെ കുറ്റം പറയാനൊന്നുമില്ല, കാരണം അഡ്മിഷൻ ഫീസ് ഇപ്പം നാട്ടിലും വലിയ ക്ഷാമൊന്നുമില്ല തോന്നുന്നു. ഇനി വരുന്നത് യൂണിഫോമിൻ്റെ പ്രൈസ് ആണ് കേട്ടോ. അത് കേട്ടാൽ ശരിക്കും ഒന്ന് കണ്ണ് തള്ളു. നോർമൽ യൂണിഫോമിന് പുറമെ നമുക്ക് PE യൂണിഫോമും അതുപോലെ ഒരു ബ്ലേസറും വരുന്നുണ്ട്. അതെന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വെറ്ററായിട്ട് തണുപ്പ് കാലത്ത് യൂസ് ചെയ്യാം. അതിൽ PE യൂണിഫോമിൻ്റെ പ്രൈസാണ് ഇപ്പോൾ ഇവിടെ പറയണത്. ഒരു ജോഡി, അതായത് ഒരാളുടെ ഒരു സെറ്റിന് 150 ദിർഹംസ്. അപ്പോൾ 2 പേർക്കും പാടെ 300 ദിർഹമായി. അത് നമ്മൾ ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 6,841.70 ഇന്ത്യൻ റുപ്പി. ഇത് വെറും 2 ട്രാക്ക് 2 ടീഷർട്ട് അതിൻ്റെ പ്രൈസാണ് കേട്ടോ. പിന്നെ ബ്ലേസറിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 150 ദിർഹംസ് ആണ്. നമ്മൾ ഒന്നാ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് കൂടെ ഒരു സ്വെറ്റർ വാങ്ങുക ചെയ്തത്, അതിന് 65 ദിർഹംസ്. രണ്ടുകൂടി 215 ദിർഹം വരും. അതിന് നമ്മൾ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4,913.09 ഇന്ത്യൻ റുപ്പി കിട്ടും. പിന്നെ വരുന്നത് സ്കൂൾ ബസ്സാണ്. അത് പിന്നെ എല്ലാവരും ചൂസ് ചെയ്യാറില്ല. ചിലവരൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യണത്. എന്നാലും ഞാൻ അതിൻ്റെ ഫീസ് ഒന്ന് പറയാം. ഒരു മാസത്തിന് ഒരു കുട്ടിക്ക് 250, അപ്പോൾ 2 കുട്ടിക്ക് 500 ഇൻറ്റു 10 മാസത്തിന് 5,000. അത് നമ്മൾ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1,14,260.86 ഇന്ത്യൻ റുപ്പി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഇവിടുത്തെ ഒന്നും നാടുമായിട്ട് കമ്പയർ ചെയ്യരുത്, കൺവേർട്ട് ചെയ്യരുത്. അപ്പം നമുക്ക് മൊത്തം നോക്കി നോക്കാം. 17,600 ട്യൂഷൻ ഫീ, 1,330 ബുക്ക് ഫീ, 1,200 അഡ്മിഷൻ ഫീ, പിന്നെ ഒരു 5,000 ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണവർക്ക് വരുന്നത്. പിന്നെ നമ്മൾ നോർമൽ യൂണിഫോമിൻ്റെ പ്രൈസ് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ PE യൂണിഫോം, സ്വെറ്റർ, ബ്ലേസർ ഒക്കെ പാടെ കൂട്ടിയിട്ട് നമുക്ക് 515 ദിർഹംസ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 25,645 ദിർഹംസ്. അത് നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് 5,86,031.38 ഇന്ത്യൻ റുപ്പി. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പല സ്കൂളിലും പല ഫീസും ആയിരിക്കും. ഇതിനെക്കാട്ടിലും കുറവ് ഫീസുള്ള സ്കൂൾസും വേറെ ഇവിടെ ഉണ്ട്. പക്ഷേ പഠിപ്പിക്കുന്ന രീതിയിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഈ തമ്നെയിലിൽ കൊടുത്തിട്ടുള്ള 6 ലക്ഷത്തിൽ നിന്ന് ആകെ 14,000 ഡിഫറൻസ് ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതാരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, കാരണം യൂണിഫോമിന്റെ പ്രൈസ് ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൊല്ലം എത്രയായി എന്നുള്ളത് തീരെ ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും ഈ കൊല്ലത്തേക്കുള്ളത് ഞങ്ങളിപ്പോൾ വാങ്ങാൻ പോകുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്